നമസ്കാരം. CCV അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ കേരളത്തിൽ 9-നും ഡിസംബർ 9, 11 തീയതികളിൽ നടത്തുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓരോ കാൻഡിഡേറ്റ്സിനെയും നമ്മൾ മീറ്റ് ചെയ്യുകയും അവരുടേതായ ആശയങ്ങളും അവരുടേതായ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ ബ്ലോക്ക് പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള അനീഷിന്റെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ പ്രാവശ്യം ജില്ലാതലത്തിലുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തിരുവല്ലാമല ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. സ്വാഗതം, എല്ലാവിധ ആശംസകളും ആദ്യം ഞങ്ങൾ നൽകുകയാണ്. ഈ ഒരു വർഷം താങ്കളുടെ പ്രവർത്തന മേഖല ഒന്നും കൂടെ വികസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്ത് ലെവലിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? വലിയ സന്തോഷം. എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. 2005 21 വയസ്സുള്ള സമയത്ത് നോമിനേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് 21 വയസ്സ് തികഞ്ഞ സമയത്താണ് ഞാൻ ആദ്യമായി ഈ വാർഡ്, 1-ാം വാർഡ്, കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡ് മത്സരിക്കുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു 1-ാം വാർഡ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചു. ഈ നാട് എന്നെ അന്ന് ഏറ്റെടുത്തു. അതിനുശേഷം 10 വർഷക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ഞാൻ സാധാരണഗതിയിൽ തുടർച്ചയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അങ്ങനെ 2020 വീണ്ടും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അതും ഈ മയന്നൂർ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയും 570 വോട്ടിന്റെ വലിയ വിജയമാണ് എൻ്റെ പ്രദേശത്തെ നാട്ടുകാർ, എന്നെ അറിയുന്ന ആളുകൾ എനിക്ക് തന്നത്. ആ ഒരു സന്തോഷത്തിലും ആ ഒരു ആത്മവിശ്വാസത്തിലുമാണ് തിരുവല്ലാമല ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ളത്. അതിനിടയിലാണ് പാർട്ടിയിൽ ഒരു പുതിയ പുനഃസംഘടന നടക്കുകയും പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റായി കടന്നു വരും. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ പരിണതപ്രജ്ഞനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഈ വേണുഗോപാല മേനോൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ്. 38 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ഞാൻ. ആ പ്രവർത്തനത്തിന്റെ എല്ലാം ഊർജം ഏറ്റെടുത്തുകൊണ്ടാണ് തിരുവല്ലാമല ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം എനിക്ക് അനുകൂലമാവും. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും എനിക്ക് നേരിട്ട് അറിയാം. രാഷ്ട്രീയ സംവിധാനത്തിലൂടെയും മറ്റ് പ്രവർത്തന മേഖലയിൽ ഈ പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം എനിക്കൊരു ഗുണമാവും എന്നുള്ള രീതിയിലാണ് ആ ഒരു ആത്മവിശ്വാസം താങ്കളുടെ മുഖത്ത് കാണാനുണ്ട്. എന്തുവന്നാലും ഈ പാർട്ടി ഇങ്ങനെയൊരു കാൻഡിഡേറ്റ്, അതായത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. മാത്രമല്ല, ഒരു പ്രവർത്തന വിജയം കാണുവാനും നമുക്കൊരു ജില്ലാ തലത്തിലുള്ള ഒരു കാൻഡിഡേറ്റ് ആവാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ താങ്കളുടെ ഒരു പാരമ്പര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. മഹാത്മാവായിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു എന്താ പറയുക ആലേഖനം ചെയ്തൊരു വലിയ ഒരു ചിത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ചിത്രീകരണമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് താങ്കളുടെ ഒരു കോൺഗ്രസിന്റെ പാരമ്പര്യം ഈ ഒരു വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുകയാണ്. അങ്ങനെ ഒരു പാരമ്പര്യത്തിനെ കുറിച്ച് പ്രേക്ഷകരുമായിട്ട്. എൻ്റെ വീട്, അമ്മയുടെ വീട് പത്തായപ്പുര മൂത്തയടത്ത് എന്ന് പറയുന്ന തറവാടാണ്. അച്ഛൻ്റെ വീട് കണ്ടഞ്ചിറക്കി എന്ന് പറയുന്ന തറവാടാണ്. ഈ 2 വീടുകളും തറവാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. ബഹുമാന്യമായ ശ്രീ ലീഡർ കെ കരുണാകരൻ നേരിട്ട്, ഞങ്ങളെല്ലാം അമ്മാവനായിരുന്നു ശ്രീ PM പ്രഭാകരൻ നായരെ നേരിട്ട് വന്നിട്ടാണ് കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചത്. അതുപോലെ തന്നെ കണ്ടഞ്ചിറക്കിലെ ശ്രീ ഭാസ്കരൻ നായർ, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. ദീർഘകാലം കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. 2 പേരുടെയും ഒരു നേതൃത്വത്തെ വിശ്വസിച്ച് അതിലൂടെയാണ് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മയന്നൂർ സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് പഠിച്ച് ഒറ്റപ്പാലം NSS കോളേജിലാണ് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുതൽ ഞാൻ ഖദർ ധരിക്കാൻ, ഡിഗ്രി കാലഘട്ടം മുതൽ ഖദർ ധരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രായം വരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അതിനപ്പുറത്തേക്ക് ഒരു ഗാന്ധിയുടെ പാത പിന്തുടരുന്ന, അല്ലാതെ ഗാന്ധിസത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കൊരു ഗാന്ധിയാവാൻ സാധിക്കില്ല. എനിക്കെന്നല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആർക്കും ഗാന്ധി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല എന്നത് 100%. പക്ഷെ ഗാന്ധിയുടെ ആശയങ്ങളെ ഇപ്പൊ എനിക്ക് രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ഞാനൊരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ഇന്നത്തെ ബിസിനസ് വ്യത്യസ്തമായ വിശ്വാസികൾ അവരവരുടെ ഓഫീസുകളിൽ
അല്ലെങ്കിൽ അവരുടെ ഈ ഇരിക്കുന്ന വീടുകളിൽ ദൈവത്തിന്റെ ചിത്രങ്ങളും ദൈവത്തിന്റെ ഫോട്ടോ. എൻ്റെ എല്ലാ ഓഫീസിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ആ ആശയത്തെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും തീർച്ചയായിട്ടും. പ്രതീക്ഷിക്കുന്നതാണ് കോൺഗ്രസ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നിലനിർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ആ ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയ രാജ്യത്ത് ഇപ്പോഴും ഈ 76 വർഷക്കാലം പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന ആശയത്തിൽ അടിസ്ഥാനശീല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. സാർ, നമുക്ക് എന്തായാലും ഒരു കോഫിയെല്ലാം കുടിക്കാം. തീർച്ചയായും തീർച്ചയായും. ഓക്കെ. ഇലക്ഷൻ വർക്കിന്റെ തിരക്കിലാണെന്ന് നിങ്ങൾക്കറിയാം. വളരെയധികം തിരക്കുണ്ട്. ഇനിയിപ്പോൾ ഓരോ സമ്മതിദായകരെയും നേരിട്ട് കാണണം, അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തണം. എന്തായാലും ഇതിനിടയ്ക്ക് എത്ര വരെ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ. ഈ തിരുവല്ലാമല ഡിവിഷൻ എന്ന് പറയുന്നത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് 8 വാർഡ്, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായി 19 വാർഡ്, പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 1 മുതൽ 17 വരെ വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഡിവിഷൻ. വലിയ ഭൂപ്രകൃതി ഈ ഡിവിഷനകത്ത്, വ്യത്യസ്തമായ ഒരു ഏരിയയുമാണ്. കാരണം വാണിയമ്പാറ വരെ ഡിവിഷൻ. പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ കൊണ്ടാരി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു. ഇന്നലെ തിരുവല്ലാമല തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു. ഇന്ന് പഴയന്നൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ കഴിയുന്ന മുറയ്ക്കാണ് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾക്ക് ഒരു മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ, അതുപോലെ തന്നെ മറ്റ് ആളുകളെയൊക്കെ കാണാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാര്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നുണ്ട്. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ശ്രമിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാവും, 70,000-ഓളം വോട്ടർമാർ ഈ ഡിവിഷനകത്ത് വരുന്നത്, എത്രത്തോളം പ്രായോഗികമാവുമെന്ന് അറിയില്ല. പരമാവധി ശ്രമിക്കും. പല കുടുംബയോഗങ്ങൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. കുടുംബയോഗങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ വളരെ ഇപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അങ്ങ് ഈ UDF-ന്റെ പ്രതിനിധിയായിട്ട് ബ്ലോക്ക് തലത്തിലായിരുന്നു. ഇപ്പൊ ജില്ലാ പ്രതിനിധിയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ UDF അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വികസനത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന് 30 വർഷം പിന്നിടുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 30 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്തമായ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു പക്ഷേ ഞാൻ 2005 മുതൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സസൂക്ഷ്മം ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഒരു വളർച്ചയും പ്രവർത്തനങ്ങളെ പറ്റി പരിശോധിക്കുന്ന ഒരാളെന്നായിരിക്കും. ഏറ്റവും മോശം കാലഘട്ടമാണ് കഴിഞ്ഞ 2020-2025 വർഷ കാലഘട്ടത്തിൽ കടന്നുപോയി. ഒരുപക്ഷെ കേരളത്തിൽ UDF-ന് വലിയ രീതിയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനകത്ത് അധികാരം കിട്ടിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2010-2015 കാലഘട്ടത്തിലായിരുന്നു. അത് കേരളത്തിൽ പരിശോധിച്ചാൽ അറിയാം. തദ്ദേശ സർക്കാരുകൾ എന്നറിയപ്പെടുന്ന, പ്രാദേശിക സർക്കാരുകൾ എന്നറിയപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വികസനം നടന്ന കാലഘട്ടം 2010-2015 കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സർക്കാർ തിരിച്ച് കൊണ്ടുപോകുന്നത്, അധികാര വികേന്ദ്രീകരണത്തെ അധികാര കേന്ദ്രീകരണമാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാർ നടത്തിയത്. അതിന് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീടുകൾ കൊടുക്കുന്ന അധികാരം ഇവിടുത്തെ ഗ്രാമസഭകൾക്ക്, പാവപ്പെട്ട ആളുകൾ വീട് റിപ്പയർ, ഇതെല്ലാം ഗ്രാമസഭകളുടെ അധികാരങ്ങളാണ്. ഇതിനെല്ലാം ലൈഫ് എന്ന ഓമന പേരിട്ടുകൊണ്ട് പഞ്ചായത്തിൽ കിട്ടുന്ന പണത്തെ, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പണത്തെ തിരിച്ച് അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് അടച്ച് കൊടുക്കുന്ന ഒരു സാധ്യത. അപ്പൊ അങ്ങനെ കുറെ ആളുകൾക്ക് നമ്മുടെ പ്രദേശത്ത് വീടുകൾ ഇപ്പോൾ ലഭ്യമാകാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺഗ്രസ് അല്ലെങ്കിൽ UPA ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്ന IAY പദ്ധതി മാറ്റി കേന്ദ്ര ഗവൺമെന്റ് PMAY പദ്ധതി എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി ഉണ്ട്.
2017 അവസാനമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തി അല്ലെങ്കിൽ കേരളത്തിലാകമാണ് അവസാനമായി ഈ വീടിനുള്ള അപേക്ഷ സ്വീകരിച്ചു. പിന്നെ അപേക്ഷ സ്വീകരിച്ച് 2025 തുടക്കത്തിലാണ്. ഈ 17 വർഷം തുടങ്ങി 8 വർഷക്കാലമായി കടന്നിരുന്ന അപേക്ഷകൾ മുഴുവൻ ഇപ്പോൾ കൊടുക്കുന്ന സാധ്യത. അന്ന് അപേക്ഷ 2000-ഓളം ഉണ്ടായിരുന്ന അപേക്ഷ കുറഞ്ഞു അത് 1200 അതിൽ വീണ്ടും സ്കൂട്ടിനി നടത്തി. ഇപ്പൊ അത് 602 പേർക്കാണ് 2000-ഓളം ഉണ്ടായിരുന്ന അപേക്ഷകരെ 602 എത്തിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 91 പേർക്ക് മാത്രമാണ് പണം കൊടുക്കാൻ സാധിച്ചത്. 500 ചില്ലാൻ വീടുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിക്കകത്ത് ഇന്ന് പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വീടെന്ന് പറയുന്ന സ്വപ്നമാണ് ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇതിനെല്ലാം തന്നെ നേരിട്ട് ഗുണഭോക്താക്കളെ കണ്ടെത്താൻ നമ്മുടെ അധികാരം സമ്മതിക്കുന്നു. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധിക്ക് ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഒരു വീടെന്ന സ്വപ്നം നാട്ടിലാകമാനം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കാണുന്നത്. UDF ഐക്യ ജനാധിപത്യ മുന്നണി ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഞങ്ങളുടെ പൊതുവായ ഒരു പ്രകടന പത്രിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക റോഡുകൾ കുറെ ഏത് പഞ്ചായത്ത് സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന പണത്തെ പശ്ചാത്തല മേഖല, സേവന മേഖല, ഉത്പാദന മേഖല എന്ന് പറഞ്ഞ് സ്വാഭാവികമായും ഉണ്ടാകുന്ന പണത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വികസന പ്രക്രിയ നടക്കുന്നു. ഈ ജലജീവൻ പദ്ധതി നമ്മുടെ നാട്ടിൽ തുടക്കം കുറിച്ചതിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകൾ നമ്മുടെ പ്രദേശത്ത് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന അവസ്ഥ. പൂർണ്ണമായും ആ ജലജീവൻ പദ്ധതിക്കകത്ത് കരാർ പ്രകാരം റോഡുകൾ പൊളിക്കുന്നുണ്ട്. ആ പൊളിച്ച റോഡുകൾ ശരിക്കും അവർ തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളതാണ് ആ കരാറുകാരന്. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്ന ഗ്രാമീണ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത്. വീട് കഴിഞ്ഞാൽ ഗ്രാമീണ റോഡുകളുടെ പുനരുജ്ജീവനം, ആളുകൾക്ക് സുഗമമായ ഒരു ഗതാഗത സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശം കൊണ്ടാഴിയെ സംബന്ധിച്ച് 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയും. പക്ഷെ എന്നിരുന്നാലും പഴയന്നൂരാണെങ്കിലും തിരുവല്ലാമലയാണെങ്കിലും ചീരക്കുഴി ഡാമുണ്ട്. അങ്ങനെ വലിയൊരു ജലസ്രോതസ് നമ്മുടെ പ്രദേശങ്ങളുണ്ടെങ്കിൽ ഒരു സമ്പൂർണമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നമുക്ക് ഇപ്പോഴും പ്രദേശത്ത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു കാർഷിക മേഖലയാണ് ഞാൻ പ്രതിദാനം ചെയ്യാൻ പോകുന്ന തിരുവല്ലാമല ഡിവിഷൻ. പ്രത്യേകിച്ചും നെൽകർഷകർ വലിയ രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇളനാടിലെ പച്ചക്കറി കർഷകരുണ്ട്, പിന്നെ തെങ്ങ് കർഷകരുണ്ട്. വ്യത്യസ്തമായ കൃഷി നടത്തുന്ന കർഷകരുടെ വലിയ ഒരു മേഖലയാണ് തിരുവല്ലാമല ഡിവിഷൻ. ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ജലസേചനം. ഇപ്പൊ ഈ പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, കനാലുണ്ട്, പക്ഷെ ശുദ്ധജലവും അതുപോലെ തന്നെ ഈ കാർഷിക അത് കൃത്യമായ സമയത്ത് കൃത്യമായ കാലത്ത് അവർക്ക് ജലം ലഭ്യമാകാത്തതുകൊണ്ട് ഒന്നുകിൽ കാർഷിക വിളകൾ നശിച്ചു പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ വെള്ളം അധികം വന്ന് കാർഷിക വിളകൾ നശിച്ചു പോകുന്നു ആ ഒരു സാഹചര്യം. അപ്പം കുടിവെള്ളവും ജലസേചനവും യഥാർത്ഥ അർത്ഥത്തിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം വന്യജീവി ആക്രമണം വലിയൊരു പ്രശ്നമാണ് നേരിടുന്ന സമയത്താണ് കേരളത്തിലാകമാനം. അത് UDF തന്നെ സംസ്ഥാന തലത്തിൽ വലിയ സമരങ്ങൾ നടത്തി. UDFന് അതിനകത്ത് മാസ്റ്റർ പ്ലാനും ഈ വന്യജീവി ആക്രമണത്തെ തടയുന്നതിന് സോളാർ ഫേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് പ്രായോഗികമായ ഒരു വശമല്ല. ഇപ്പൊ നമ്മുടെ ചേലക്കര മേഖലയിൽ തന്നെ സോളാർ ഫേസിംഗ് നടത്തി ആന അതിനെ ചവിട്ടി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വാർത്ത നമുക്ക് കണ്ടു. ഇതിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് എങ്ങനെ ഈ വന്യജീവി ആക്രമണത്തെ നേരിടാം എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു വിഷയം. രണ്ടാമത് നമുക്കറിയാം ഇതിനൊരു വിപണി ഉണ്ടാക്കാൻ നമുക്കിതുവരെ നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന കാർഷിക വിളകൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ തന്നെ വിപണനം നടത്താനുള്ള സൗകര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും നമ്മുടെ വോട്ടർമാരാണെങ്കിലും നമ്മുടെ ജനസമ്പത്താണെങ്കിലും നമ്മുടെ രാജ്യം സമ്പന്നമാവണമെങ്കിൽ നമ്മുടെ പ്രദേശം സമൃദ്ധിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് യുവതികളെയും പരിപോഷിക്കുകയും പരിരക്ഷിക്കുകയും എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പൊ അവരെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് ജീവിതത്തിൽ ജോലി സംബന്ധമായ വിഷയങ്ങൾ, അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ തൊഴിൽ സംരംഭം കൂടെ UDFന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. തൊഴിൽ സംരംഭം എന്ന് പറയുന്നത് ഏത് മേഖലകളിലേക്ക് നമുക്കറിയാം. പണ്ട് കാലം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി SSLC കഴിയുന്നു, പ്രീ ഡിഗ്രി കഴിയുന്നു, ഏതെങ്കിലും ഡിഗ്രി എടുക്കുന്നു, എവിടെയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആവശ്യം. വിദ്യാഭ്യാസ മേഖല അങ്ങനെയല്ല.
ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ബാങ്കിങ് മേഖല, മറ്റേ വിദേശ IT മേഖല, അതുപോലെ തന്നെ അതായത് ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞു അവർക്ക് ഏത് മേഖലയിലാണ് അവർക്ക് അതിനുള്ള അഭിരുചി എന്ന് പരിശോധിച്ചു ആ മേഖലകളിലേക്ക് ആളുകളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനം പ്രാദേശിക സർക്കാരുകൾ നടത്തുന്നുണ്ട്. അതായത് ഒരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരാളെ കൊണ്ടുപോയി ഡോക്ടറാക്കിയ അയാൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ചില ആളുകൾ ജേർണലിസ്റ്റ് ആവാനായിരിക്കും. അത്തരം ആളുകളെ അവരുടെ വാസന എന്താന്നുള്ളത് തിരിച്ചറിയുക പ്രാദേശിക സർക്കാരുകൾ വലിയൊരു ഉത്തരവാദിത്വം. ആ രീതിയിലുള്ള നമ്മുടെ യൗവനത്തെ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ എവിടെയാണോ അവർ എത്തിക്കുക എന്നുള്ള ശ്രമമാണ്. ഇപ്പൊ അനീഷേട്ടൻ തിരുവല്ലാമല ഡിവിഷനിൽ നിന്നാണ് ഇനിയിപ്പോ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് ജനകീയ മുഖമുള്ള ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല ബ്ലോക്ക് തലത്തിലുള്ളൊരു നേതാവും കൂടി, പ്രസിഡന്റ് ആയിരുന്നു കുറച്ചു കാലം. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ നേരത്തെ കാർഷിക മേഖലയെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ മേഖല അല്ലെങ്കിൽ തൊഴിൽ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തിരുവല്ലാമലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമല വലിയൊരു ട്രഡീഷണൽ ഗ്രാമമാണ്, ഒരു പൈതൃക ഗ്രാമം എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അമ്പലം, അതുപോലെ തന്നെ അവിടെ കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സാധ്യതകൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങേക്ക് ഒരു പ്രൊജക്റ്റ്, കാരണം പല മേഖലയിലും ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു എങ്കിൽ പോലും അത് കാര്യമായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാവനം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷത്തായിരുന്നു. ഞാൻ ആ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു ആശയം ഞാൻ എൻ്റെ ഭരണസമിതിക്കകത്ത് പറഞ്ഞു. ഇപ്പൊ തിരുവല്ലാമല ഡിവിഷൻ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് മുഴുവൻ പ്രദേശത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ക്ഷേത്ര നഗരിയാണ് നമ്മളുടെ ഈ ചേലക്കര നിയോജകം. അത് വില്ലാദ്രിനാഥ ക്ഷേത്രം മുതൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കാളിയാറോഡ് പള്ളി, പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ പള്ളികൾ, എല്ലാ ആരാധനാലയങ്ങളും എല്ലാ മതവിഭാഗങ്ങളെ ആരാധനാലയങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്ത് അത് ഉൾപ്പെടുത്തി ഏറ്റവും നമ്മുടെ ഒരു സമ്പത്ത്, ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അല്ല ചില ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കലാമണ്ഡലം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു കാര്യം. അതോടൊപ്പം കലാമണ്ഡലം, പിന്നെ അത് നേരത്തെ പറഞ്ഞു കുത്താമ്പുള്ളി കൈത്തറി എന്ന് പറയുന്നത് ഇന്ന് ലോക വിപണിയിൽ പേര് കേട്ട സ്ഥലമാണ് കുത്താമ്പുള്ളി കൈത്തറി. പിന്നെ ഭാരതപ്പുഴ, ഗായത്രിപ്പുഴ, ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും തമ്മിലുള്ള സംഗമം, അങ്ങനെ എത്രയോ, അതുപോലെ തന്നെ ചീരക്കുഴി ഡാം, അങ്ങനെ കുറെ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതിയെ സംബന്ധിച്ച് സ്ഥിരമായി ബ്ലോക്ക് പഞ്ചായത്തിലെ വേദികൾ, എനിക്ക് കിട്ടുന്ന വേദികൾ പറഞ്ഞപ്പോൾ അന്ന് MLA അന്നത്തെ മന്ത്രിയായിരുന്ന അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് അവർ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജനപ്രതിയാവുകയാണ്. പരിമിതികളുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രമല്ല ആര് തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായി, അതിന് പരിമിതികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് വലിയൊരു സാധ്യതയാണ്. ചേലക്കര നിയോജകമണ്ഡലത്തിന് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും കണ്ണുകളിലേക്ക് എത്തിക്കുന്നത് വലിയൊരു സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്വപ്നമാണെന്ന് പറയാം. അതിലൂടെ നമ്മുടെ പ്രദേശത്തേക്ക് ആളുകളെ കൊണ്ടുവരിക, കൂടുതൽ വിപണന സാധ്യത കൊണ്ടുവരിക എന്നുള്ളത് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ഒന്ന് ആളുകളിലേക്ക് തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യം അതിന് വലിയ നേതൃത്വപരമായ പങ്ക് വഹിക്കും. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പിന്നോക്ക നിയോജകമണ്ഡലമായിട്ടാണ് കാണുന്നത്. എപ്പോഴും ഒരു റിസർവേഷൻ ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇവരുടേതായ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ഉന്നമനം, അവർക്ക് തൊഴിൽ, അതുപോലെ തന്നെ വീട്, അവരുടേതായ പാരമ്പര്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇവരുടെ ഒരു ട്രൈബൽ വികസനം, അതിപ്പോൾ നമുക്ക് കളപ്പാറ കോളനി, അതുപോലെ തന്നെ മറ്റു പല കോളനികളെക്കുറിച്ചും നമുക്കിന്ന് കോളനി എന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും അത്തരം ജീവിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ ഈ ഒരു മണ്ഡലത്തിലുണ്ട്. ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്കറിയാം ചേലക്കരയിൽ 682 ഉന്നതികൾ, ചേലക്കര നിയോജകമണ്ഡലത്തിനകത്ത് 682 ഉന്നതികൾ നിലവിൽ. UDF സംസ്ഥാന തലത്തിൽ തന്നെ UDF അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലെല്ലാം പരിശോധിച്ചാൽ അറിയാം, ഒരു കാരണവശാലും ഇവരുടെ പണം മറ്റ് പട്ടികജാതിക്കാരൻ്റെ ലഭ്യമാകേണ്ട പണം ആ തസ്തികയിൽ തന്നെ ചെലവഴിക്കുന്ന സർക്കാരുകളും പ്രാദേശിക സർക്കാരുകളുമായി. CCV തന്നെ
ഈ എത്രയോ തവണ എൻ്റെ വിഷയം, അതായത് പഴയ ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രാദേശിക സർക്കാരുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഇടതുപക്ഷം പട്ടികജാതിക്കാരന് ലഭ്യമാകേണ്ട പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റു മേഖലയിലേക്ക് പണം ചെലവഴിച്ചതിന്റെ ഭാഗമായി ഓംബുഡ്സ്മാനുമായി 2 കേസ് കൊടുത്തു. ഞാൻ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് 2 കേസുകളാണ്. പട്ടികജാതി ഫണ്ട് ദുർവിനിയോഗം ചെയ്യുകയും മേഖല മാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് ഓംബുഡ്സ്മാനായിട്ട് പരാതി കൊടുത്തു. അപ്പോൾ അവർക്ക് ലഭ്യമാകേണ്ട പണം, അല്ലെങ്കിൽ ഉന്നതികളെ സംരക്ഷിക്കേണ്ട പണം അവർക്ക് തന്നെ ലഭ്യമാക്കുക എന്നുള്ളതിന് അതോടൊപ്പം തന്നെ അവരുടെ കുറേ പദ്ധതികളുണ്ട്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട ഈ പഞ്ചായത്തുകളുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറയുന്നത് എന്തെല്ലാം ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനെല്ലാം ഓരോ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക്, അതായത് സർക്കാരുകളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും പദ്ധതികളും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് ഒരു അവയർനെസ്, ഏതിനൊക്കെല്ലാം അപേക്ഷ കൊടുക്കാം, ഏതിനെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. മാത്രമല്ല പാരമ്പര്യ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വിഷയമുണ്ട്. അതില് തൊഴിലിന് കുറെ സബ്സിഡികളുണ്ട്. ഇപ്പൊ മൺപാത്ര തൊഴിലാളികൾ നമ്മൾ കിള്ളിമംഗലത്ത് വലിയൊരു പ്രശ്നമാണ്. കിള്ളിക്കടവ് മൺപാത്ര തൊഴിലാളികളെ കൊണ്ടാടി എന്റെ ഡിവിഷൻ പെടുന്ന പ്രദേശത്ത് പക്ഷെ ഒരു ജനപ്രതിനിധിക്ക് ആദ്യമായി അവർക്ക് മണ്ണ് വാങ്ങുന്നതിന് പണം കൊടുക്കാൻ കഴിയും, ലഭ്യമാക്കാൻ കഴിയും, ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിയാണ്. വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ ഒരു ജനപ്രതിനിധിന് ശേഷം അവിടെ ഗ്രാമസഭയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കലം ഉണ്ടാക്കുന്നതിന് മണ്ണ് വാങ്ങാൻ പണം വേണം. വലിയ സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് ആ പദ്ധതി ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഇരിക്കുമ്പോൾ നടപ്പിലാക്കാൻ. അങ്ങനെ കൊട്ട നിർമ്മാണ തൊഴിലാളികൾ, എല്ലാത്തരം ഈ പാരമ്പര്യ തൊഴിലാളികളെ തൊഴിലിനെ നമ്മുടെ രാജ്യം വളരുന്നതോടൊപ്പം ഈ പാരമ്പര്യ തൊഴിലുകളെ സംരക്ഷിക്കണം. അത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അത്തരം കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. ഞങ്ങളുടെ പ്രാദേശിക സർക്കാരുകൾ ഞങ്ങളുടെ UDF-ന്റെ അനുകൂലമായി വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. UDF-ന്റെ ഭരണസമിതികളുള്ള കാലങ്ങളിൽ, സർക്കാരുള്ള സമയത്തും ഇതിനെ എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പിന്നെ ഞാൻ മറ്റൊരു എന്താ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ മണ്ഡലം എപ്പോഴും ഒരു ഇടതുപക്ഷ അനുകൂലമായിട്ടാണ് ഒരു കഴിഞ്ഞ 15 വർഷമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് ആയാലും ഭൂരിഭാഗം പഞ്ചായത്തുകളും കോൺഗ്രസിന് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ LDF-ന് കൂടുതൽ ആധിപത്യമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ UDF നേരിടുന്ന ഈ ഒരു ഇലക്ഷൻ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യം UDF-ന്റെ വിജയ സാധ്യത എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ 2 രീതിയിലാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ പ്രതീക്ഷയിലാണ്. കാരണം എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ 2 തവണ ജനപ്രതിനിധിയായ സമയത്ത് ജനങ്ങളുമായി കൂടിച്ചേർന്ന് വളരെ അടുത്ത് അവരുടെ ആഗ്രഹത്തിനും ആവശ്യത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ. അത് പ്രത്യേകിച്ചും നിങ്ങളുടെയൊക്കെ CCV ചാനലിൽ തന്നെ വലിയ രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കും. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വരുമ്പോഴാണ് ഈ ജനപ്രതിനിധികളെല്ലാം അധികാരത്തിൽ. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അന്ന് ചിറ്റിലപ്പള്ളിയായിട്ട് ഞാൻ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ട വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ചിറ്റിലപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് വാക്സിനേഷൻ ചെയ്ത ഒരു കാര്യം ജനങ്ങളത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ നേതൃത്വത്തിലായിരുന്നു അത്. കേരളത്തിൽ തന്നെ ഒരു NGO ആയിട്ടുള്ള ഗവൺമെന്റ് ചെയ്യാത്ത ഒരു കാര്യം അവിടെ പെട്ടെന്ന് മറ്റൊരു NGO ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ചെയ്ത കാര്യം ഒരു MLA-യോ MP-യോ അല്ലെങ്കിൽ മറ്റു ജനപ്രതിനിധികൾക്കോ ഏറ്റെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഭയം, വാക്സിൻ എന്ന് പറയുന്നത് വലിയ ആശങ്ക, വാക്സിന്റെ ഇഷ്യൂ നടക്കുന്നത് എന്റെ ഏറ്റവും വലിയ ഒരു ജനപ്രതിനിധിക്ക് ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നു. എന്റെ പ്രദേശത്ത് എന്റെ ഡിവിഷനകത്ത് 650 പേർക്ക് കോവിഡ് വാക്സിൻ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിക്ക് എൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടം. അതുപോലെ തന്നെ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് UP സ്കൂൾ ഗാന്ധിയാശ്രമം. മഹാത്മാഗാന്ധിയുമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ കുറച്ച് 120 കുട്ടികളുണ്ട്. 2 സ്മാർട്ട് ക്ലാസ് റൂം. ഇത് രണ്ടും സർക്കാർ ഫണ്ടല്ല. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ പോയാൽ പരിശോധിച്ചാൽ വളരെ സാധാരണക്കാർ കുട്ടികൾ പഠിക്കുന്ന ആ വിദ്യാലയത്തിനകത്ത് ഹൈടെക് സെറ്റപ്പ്, കമ്പ്യൂട്ടറും എല്ലാ ബെഞ്ചും ഡെസ്കും വലിയ ഹൈടെക് സെറ്റപ്പിൽ 2 സ്മാർട്ട് ക്ലാസ് റൂം. ഇത് രണ്ടും ഒരു സർക്കാർ ഫണ്ടോ സർക്കാരുമായി ബന്ധപ്പെട്ട ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല ചെയ്ത്. അതോടൊപ്പം തന്നെ കോവിഡ് സമയത്ത് 25ഓളം കുട്ടികളിലേക്ക് അവർക്ക് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണുകൾ വാങ്ങിക്കും. അന്ന് വിദ്യാഭ്യാസ ഓൺലൈൻ വിദ്യാഭ്യാസം ഇത് ഇങ്ങനെ കുറെ പദ്ധതികൾ. പിന്നെ എന്റെ ജനപ്രതിയായിരിക്കുന്ന കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി അന്ന് 10 വാർഡാണ്. ഞാൻ ജനപ്രതിയായിരിക്കുന്ന 10 വാർഡാണ്. ആ കോവിഡ് സമയത്ത് ഈ 10 വാർഡിൽ ഉൾപ്പെടുന്ന മുഴുവൻ രോഗികൾക്കും മരുന്ന് നമ്മൾ ഫ്രീ കൊടുക്കും. അത് കോവിഡ് മരുന്നല്ല. അവരുടെ വീട്ടിലിരുന്നാൽ
അവരുടെ ഹൃദയരോഗമായിക്കോട്ടെ, കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് കഴിക്കേണ്ട മരുന്ന് മെഡിസിൻ നമ്മൾ കൊടുത്തിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അവർ ആവശ്യപ്പെട്ട നമ്മൾ 2 നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ഈ വാട്സപ്പിലോട്ട് അവർ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്താൽ ഈ മെഡിസിൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീം അവരെ വീട്ടിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ ശ്രദ്ധേയമായ കുറെ പദ്ധതി ഇത് സമൂഹം ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ വീണ്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോഴും എന്റെ ഡിവിഷനത്തിൽ 2.25 കോടി രൂപയുടെ വികസനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നേടി കൊടുക്കാൻ. അത് എല്ലാ മേഖലകളും, കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു, കെട്ടിലപ്പാടം ജലസേചന പദ്ധതി കൊണ്ടുവന്നു, നമുക്ക് 2 വായനശാലകൾ ഒട്ടനവധി പദ്ധതി കൊണ്ടുവന്നു. റോഡ് കുറച്ചാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ സാധിക്കും, എന്നാലും 1-2 റോഡുകൾ ചെയ്യാൻ സാധിച്ചു. പാടശേഖരങ്ങളെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാമ്പുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ ഡിവിഷനിലെ ആളുകളും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറ്റു വിലയിരുത്തും എന്നുള്ള വിശ്വാസം, ജനങ്ങൾ ഇത് പരിശോധിച്ച് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ജനവിധി തേടുന്നത്. പിന്നെ പൊതുവായി UDF-നെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നേരത്തെ പറഞ്ഞു, പ്രാദേശിക സർക്കാരുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്തിനകത്ത് പെൻഷൻ ഇന്ന് മുതൽ വിതരണം ചെയ്യും. UDF-ഉം ഞങ്ങൾ പ്രതിപക്ഷം നിലനിൽക്കി അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളതിനെതിരൊന്നുമില്ല, അത് കൊടുക്കണം, അവർക്കത് അവകാശപ്പെട്ടാണ്, കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നടന്നു. പക്ഷെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, എവിടെയാണ് ക്യാൻസർ പെൻഷൻ? എത്ര രോഗികളാണ് നമ്മുടെ പ്രദേശത്ത് ക്യാൻസർ രോഗികൾ? അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഒരു പെൻഷൻ ഉണ്ടായിരുന്നു, ആ പെൻഷൻ എവിടെ? നമ്മുടെ കെട്ടിട തൊഴിലാളികളുടെ പെൻഷൻ, ഓരോ വർഷങ്ങൾ പണിയെടുത്ത് അവർക്ക് കിട്ടേണ്ട പെൻഷൻ എവിടെ? കർഷക തൊഴിലാളി പെൻഷൻ എവിടെ? അങ്ങനെ കുറേ ഹെഡുകളുടെ പെൻഷനുകൾ വിതരണം ചെയ്യുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അസുഖങ്ങളെ വരുമ്പോൾ ഇവരെ ചികിത്സിക്കാൻ സർക്കാർ മേഖലയിൽ പരിധികളും ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കാരുണ്യ പദ്ധതി നമുക്ക് മറന്നു പോകാൻ സാധിക്കും. കാരുണ്യ പദ്ധതിയുടെ ലോട്ടറി വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏത് ആശുപത്രിയിലാണ് കാരുണ്യ പദ്ധതി പ്രകാരം ഫ്രീ ചികിത്സ നൽകുന്നത്? ഇതെല്ലാം സമൂഹത്തിന്റെ മനസ്സിലുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരുണ്ടായിരുന്ന കാലത്ത് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ ചെന്നാൽ 1 രൂപ കൊടുക്കാതെ ചികിത്സ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം ജനത്തിന്റെ മനസ്സിൽ. അതുപോലെ ശുദ്ധിതരംഗം പദ്ധതി, ഒട്ടനവധി പദ്ധതികളെല്ലാം കഴുത്ത് ഞെരിച്ചു കൊന്നു ഈ സർക്കാർ. അങ്ങനെ ഉള്ള ഒരു വിഷയത്തെ ആളുകൾ അറിയുന്നതോടൊപ്പം സംസ്ഥാനത്തിനകത്ത് വലിയ അഴിമതിയല്ലേ നടക്കുന്നത്. ശബരിമല എന്താണ് അവസ്ഥ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും, ഇതെല്ലാം ഈ ഇലക്ഷന് കാര്യമായിട്ട് പ്രതിഫലിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് താങ്കൾക്കുള്ളത്. താങ്കളുടെ ഇപ്പൊ ഒരു പ്രവർത്തനം നമ്മൾ വീക്ഷിച്ച് വരികയാണെങ്കിൽ, താങ്കളുടെ ഒരു സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ വികസന പ്രവർത്തനങ്ങളായാലും ശരി, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സർക്കാരിൻ്റെയും സർക്കാർ ഇതര സംവിധാനങ്ങളും ഒന്നും അല്ലാതെയുള്ള ചില കാഴ്ചപ്പാടുകൾ അങ്ങേക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ വികസന പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ നടത്തി വന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഇടതുപക്ഷമാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തായാലും ശരി, നമ്മുടെ മണ്ഡലം, അതുപോലെ തന്നെ MP പാർലമെന്റ് മണ്ഡലമായാലും ശരി. അപ്പോൾ വലിയൊരു ഇടതുപക്ഷ ഒരു പ്രതിനിധികളുടെ വലിയ, കാരണം ഇനിയും എന്താണ് ഇലക്ഷൻ ഉണ്ടാവുക നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു അവസരത്തിലും താങ്കൾ ഇപ്പൊ ഈ ഒരു ഡിവിഷനിൽ ജയിച്ചു വരികയാണെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ ഒരു പ്രവർത്തന ശൈലി? എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് മുഴുവൻ മേഖലകളിലും UDF-ന്റെ ഒരു ഭരണം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഇവിടെ എല്ലാം UDF ജയിച്ച് വലിയ ഞങ്ങൾക്ക് അനുകൂലമായ UDF-ന് അനുകൂലമായ ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക്. അത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനം ചേലക്കരയെല്ലാം വീണ്ടും UDF ജയിക്കുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. ആ പ്രതീക്ഷയിൽ പോകുമ്പോഴും തിരുവല്ലാമല ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ച് വികസനം എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല, ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ പൊതുവായ കാഴ്ചപ്പാട്. ഇവിടെ ഏത് രാഷ്ട്രീയ കോൺഗ്രസ്സുകാരനായാലും ഇടതുപക്ഷക്കാരനായാലും BJP ആയാലും ഇവിടെ ഏതൊരു പൊതുപ്രവർത്തകനും പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ആ പൊതുസമൂഹത്തിന്റെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട്, അവിടുത്തെ വികസന പ്രക്രിയ ആഗ്രഹിച്ചുകൊണ്ട്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയമുണ്ട്, നമ്മുടെ ആശയത്തെയും ആദർശത്തെയും സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് പാവപ്പെട്ട ആളുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും ബുദ്ധിമുട്ടുന്ന ആളുകളെയും കഷ്ടപ്പെടുന്ന ആളുകളെയും ഉന്നമനവും അതോടൊപ്പം തന്നെ നാടിന്റെ വികസനവും. നാടിന്റെ വികസന പ്രക്രിയ എന്ന് പറയുമ്പോൾ
ഗ്രാമപഞ്ചായത്തിന് അതിനകത്ത് ഷെയറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഷെയറുണ്ട്, ജില്ലാ പഞ്ചായത്തിനുണ്ട്, MLA-ക്കുണ്ട്, കേന്ദ്ര ഫണ്ടുകളുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര, ഇവിടെയെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയം. ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഏത് ജനപ്രതിനിധിക്ക് മുന്നോട്ട് പോയി. അവിടെ നമ്മുടെ നാട്ടിലെ വിഷയം, നമ്മുടെ നാട്ടിൽ റോഡ് വരണം, നമ്മുടെ നാട്ടിൽ പദ്ധതി വരണം, ഏത് സർക്കാരിൻ്റെ ആയാലും ഇതെല്ലാം ജനങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ആകെ തുക, ഇതിന്റെ ഗുണഭോക്താവും ജനങ്ങളാണ്, ഇതിന്റെ ഉൽപാദകൻ. ഇതെല്ലാം നികുതി കൊടുക്കുന്നത് പാവപ്പെട്ട ആളുകൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തുന്ന വികസനമാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നടത്തുന്ന വികസനമാണെങ്കിലും MLA ആരുടെയും വ്യക്തിപരമായ ഫണ്ടല്ലോ, ഇത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന നികുതി. അത് ക്രയവിക്രയം ചെയ്യാനുള്ള കേവലം ഒരു ജീവനക്കാർ മാത്രമാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും. അല്ലാണ്ട് ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകരുടെ കയ്യിൽ പ്രത്യേകിച്ചൊരു പണം, ജനത്തിന്റെ പണത്തെ, ജനത്തിന്റെ സമ്പത്തിനെ കൃത്യമായി പരിശോധിച്ച് ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുള്ളൂ. അത് ഒരു ജനപ്രതിയായ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മകൻ ഇലക്ഷന് നിൽക്കുകയാണ്. ഇതൊരു ആദ്യമായിട്ടല്ല, ഒരു വലിയ ഒരു ജില്ലാ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം? ജയിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ലതായിട്ട് വരണം. ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലേ? ഒരു മകൻ എന്നുള്ള രീതിയിൽ അമ്മയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾക്ക് എന്നും ഒരു കുടുംബനാഥനും കൂടെയാണ്. എല്ലാവർക്കും കുടുംബത്തില് അമ്മയ്ക്കും അച്ഛനും അമ്മാവന്മാർക്കും. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ 18-20 വയസ്സാകുമ്പോഴേക്കും എന്താ പറയണ്ട രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകാൻ എല്ലാം നോക്കുന്നുണ്ട്. കുടുംബകാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ. വളരെയധികം സന്തോഷം. വൈഫ് എന്താണ് പേര്? എന്തു പറയുന്നു ഹസ്ബൻഡിന്റെ ഈ ഒരു? സന്തോഷമുണ്ട്. ഇനി പുതിയൊരു എന്താ പറയണ്ട ഒരു മേഖലയിലേക്കാണ് പോകുന്നത്, കുറച്ചും കൂടെ എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പൊ ഈ ഒരു രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി. ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫാമിലിയുടെ മൊത്തമുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ? ഒരുപക്ഷെ എല്ലാ പൊതുപ്രവർത്തകർക്കും അവർ ആ രംഗത്ത് നിൽക്കണമെങ്കിൽ കുടുംബത്തിന്റെ ഒരു സഹായം വളരെ വലുത്. എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ പൊതുരംഗത്ത് കടന്നു വന്നുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കും, തെറ്റായിരിക്കാം. ആ തീരുമാനങ്ങളോടൊപ്പം വളരെ വലിയ പിന്തുണയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുതന്നെ ആയിരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഊർജ്ജം. നമ്മുടെ കുടുംബം ഏതൊരു ആളുകളെ സംബന്ധിച്ച് കുടുംബത്തിന് അതിനൊരു പുറകോട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ അതിന് വിപരീതമായി സംസാരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, 3 മക്കളാണ്. 3 മക്കൾ മാത്രമല്ല, എൻ്റെ വലിയ ഒരു കുടുംബമാണ്. എനിക്ക് 4 അമ്മമാരുണ്ട്, പിന്നെ ഒരു അമ്മയുടെ അനിയത്തിയുണ്ട്. വലിയ കുടുംബമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥതയിലാണ് ജീവിക്കുന്നത്. എല്ലാ മെമ്പേഴ്സും, എൻ്റെ ജ്യേഷ്ഠൻ സൗദിയിലാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉണ്ട്, എല്ലാവരും വലിയ ഒരു സഹായം, പിന്തുണ നമ്മളെടുക്കുന്ന. അതിനകത്ത് പിന്തുണ എന്ന് പറയുമ്പോൾ ചില സാധാരണഗതിയിൽ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ പിന്തുണ. നമ്മൾ എടുക്കുന്ന തീരുമാനം എല്ലാം ശരിയായിക്കോണം. തെറ്റുകൾ സംഭവിക്കാം, നമ്മൾ മനുഷ്യന്മാരെന്നുള്ള തെറ്റുകൾ സംഭവിക്കും. രണ്ടായാലും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കുടുംബം ഉണ്ടായത്. അത് തന്നെയാണ് എൻ്റെ ഒരു ഊർജ്ജം. ഇനിയും അതുണ്ടാവണം. തീർച്ചയായും ആ ഒരു ഊർജ്ജം തന്നെയാണ് അങ്ങയുടെ ജീവിതത്തിന്റെ ഈ ഒരു പ്രയാണം തന്നെ ഈ ഒരു രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും UDF അംഗം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് താങ്കൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ഉത്തരവാദിത്തം, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന്റെ വലിയൊരു പ്രചോദനം, അതുപോലെ തന്നെ അവരുടെ സഹകരണം, പ്രോത്സാഹനം എല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തട്ടെ. കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കാൻഡിഡേറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.